അപ്പോൾ വിയന്ന ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ കത്തുന്ന വേനൽച്ചൂടിൽ ഒന്ന് തണുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? എന്നാൽ സംഗതി റെഡിയാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മർ ഫെസ്റ്റിനെ അവിടുത്തെ മെയിൻ അട്രാക്ഷനായ വാട്ടർഫോൾസുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലെ താരം. ആടാം, പാടാം, കുളിക്കാം, കളിക്കാം, ആടിത്തിമിർക്കാം. അങ്ങനെ ബീച്ചിലെ ഈ ഫെസ്റ്റ് ശരിക്കും ഒരു ആഘോഷരാവ് തന്നെയാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ. ഉച്ചയ്ക്കൊരു 2 മണി തൊട്ട് നമ്മുടെ ഫെസ്റ്റ് ഓപ്പൺ ആണ്. പക്ഷേ എങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഈ രാത്രി സമയങ്ങളിലാണ്. കാരണം ഈ വെട്ടവും ഈ ലൈറ്റിങ്ങും ഒക്കെ കാണാനും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിലും രാത്രി തന്നെ വരണമല്ലോ. അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് നനയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സും കൂടെ കരുതിക്കും. ഈ വാട്ടർഫോൾസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേര് പോലെ തന്നെ അപ്രത്യക്ഷമാകും. നിൽക്കുന്ന നിൽപ്പിൽ ആശാൻ അപ്രത്യക്ഷമാകും. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വരികയും ചെയ്യും. അന്യഗ്രഹത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ വന്ന ട്രാൻസ്ഫോമേഴ്സിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ജൂ ടൗൺ പോലൊക്കെ തോന്നുന്ന, അതായത് മട്ടാഞ്ചേരിയിലെ ജൂ ടൗൺ ഒക്കെ പോലെ തോന്നിക്കുന്ന നല്ല ഭംഗിയുള്ള ഈ സ്പോട്ടിലാണ്. ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമാണ് ഇതിൽ വഴി നടക്കാനും. ഈ പല കളേഴ്സിലെ പെയിൻ്റൊക്കെ അടിച്ചുള്ള ഓരോ ബിൽഡിങ്സൊക്കെ അവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവർ കൊണ്ടൊരു പൂങ്കാവനം കണ്ടോ. അത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഗാർഡനിലേക്കാണ് നമ്മൾ പോകുന്നത്. ദുബായ് മിറാക്കിൾ ഫ്ലവർ ഗാർഡൻ എന്നാണ് പറയുന്നത്. അതെ കേട്ടോ, ദുബായ് പോലെ തന്നെ അവിടുത്തെ ഫ്ലവർ ഗാർഡൻ പോലെ തന്നെയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഈ ഫ്ലവേഴ്സ് കൊണ്ട് പല ടൈപ്പിലുള്ള എന്താ പറയുക, ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈ ആയിക്കോട്ടെ, ആനയായിക്കോട്ടെ, തത്തയായിക്കോട്ടെ. ശരിക്കും അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വാട്ടർഫോൾസും ട്രാൻസ്ഫോമേഴ്സും ആർട്ടിഫിഷ്യൽ പൂക്കൾ കൊണ്ടൊരു പൂങ്കാവനവും ദുബായ് മിറാക്കിൾ ഫ്ലവർ ഗാർഡനും ഒക്കെ കണ്ടു കഴിഞ്ഞ് നമുക്കിങ്ങനെ നടന്ന് വരുമ്പോൾ നമ്മുടെ ഫുഡ് സ്റ്റോളുണ്ട്, അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് റൈഡുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ അവധിക്കാലത്ത് ആലപ്പുഴയിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ സമ്മർ ഫെസ്റ്റ് മിസ്സ് ചെയ്യരുത്. വൈകുന്നേരങ്ങളിൽ ഫാമിലിയുമായി വരാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണിത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ ഫെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വെളിയിൽ ഒരു കുതിരയെ കണ്ടു. ഒരു കുതിര സവാരി നടത്തി ആലപ്പുഴ ബീച്ചിൻ്റെ ആ ഒരു കാറ്റും മണൽത്തരികളിലൂടെ കുതിരയായിട്ട് കുറച്ച് നേരം ഒരു കുതിര സവാരി ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.